ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാളിൻ്റെ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞു. അവരുടെ 3 വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോകും എന്നുള്ളത്. സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഹെക്ടർ യൂസ്റ്റേ, വിങ്ങർ ആയിട്ടുള്ള റിച്ചാർഡ് സെലിസ്, അതുപോലെ സെൻറ്റർ ഫോർവേഡ് ആയിട്ടുള്ള റാഫേൽ മെസ്സി ബൗലി എന്നീ താരങ്ങളാണ് വിട്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ 2 താരങ്ങൾ സെലിസും മെസ്സി ബൗലിയും ജനുവരിയിൽ മാത്രം ജോയിൻ ചെയ്തിട്ടുള്ളത്. വളരെ ഒരു ഷോർട്ട് പീരീഡിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അപ്പം അവർ വിട്ടുപോകുന്നു. അപ്പം അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഗോൾ കോൺട്രിബ്യൂഷൻസ് അപ്പം താരതമ്യേന കുറവാണ്. ഇപ്പം സെലിസിന് ഒറ്റ ഗോൾ കോൺട്രിബ്യൂഷൻ പോലും ISL കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മെസ്സിയാണെങ്കിൽ 5 മത്സരങ്ങളിൽ 2 ഗോൾ, ഒരു അസിസ്റ്റും ഭേദപ്പെട്ട ഒരു നിലയാണ്. എന്നാൽ മുഴുവൻ സമയം കളിച്ചിട്ടുള്ള ദിമിക്കും വലിയ തരത്തിലുള്ള നമ്പറും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ഹെക്ടർ യൂസ്റ്റയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ നല്ല പെർഫോമൻസ് നടത്തി ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ മുഴുവൻ മത്സരങ്ങളും കളിക്കാനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നിലവിൽ ഇപ്പോൾ 37 വയസ്സായി കഴിഞ്ഞു. അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് 38 വയസ്സാവും. അപ്പം അങ്ങനത്തെ ഒരു ഏജിൻ്റെ ഫാക്ടറും ഒക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ വിടാമെന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് പോയത്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മാർക്കസിൻ്റെ ഒരു ട്വീറ്റ് വന്നതാണ്. ദിമിത്രിയസ് ഡയമണ്ടക്കോസ് ഈസ്റ്റ് ബംഗാളിനോടൊപ്പം തുടരും എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ദിമിക്കും ഒരു ഗോൾഡൻ ബൂട്ട് വിന്നർ എന്ന നിലയിൽ വന്നിട്ട് ഈസ്റ്റ് ബംഗാളിൽ അത്ര ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 19 മത്സരങ്ങളിൽ നിന്ന് 4 ഗോൾ, ഒരു അസിസ്റ്റുമാണ് ISL അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു നല്ല നമ്പറായിട്ട്, പ്രത്യേകിച്ച് ദിമിയുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ബട്ട് കോച്ചും മാനേജ്മെൻറ്റും ദിമിയിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇത്തവണയെങ്കിലും ഈസ്റ്റ് ബംഗാൾ ഒരു നല്ല തോതിൽ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തണം. കാരണം അവർ വാരിക്കോരി പണം ചിലവാക്കുന്നതല്ലാണ്ട് അത് കൃത്യമായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ ബഗാന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ഷീൽഡ് റേസിൽ പോലും കഴിവുള്ള ഒരു ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. ആ ഒരു പൊട്ടൻഷ്യലുണ്ട് പണത്തിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുന്ന സമയത്ത്. പക്ഷേ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവരെവിടേക്കോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് പറയുന്നൊരു പരിപാടിയാണ്. ഇപ്പം വിദേശ താരങ്ങളുടെ സൈനിങ്സിൽ പോലും ഒരു ബാലൻസ് ഇല്ലാത്ത സൈനിങ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം മാർക്കസിൻ്റെയൊക്കെ ട്വീറ്റ് പ്രകാരം ഒരു സ്ട്രൈക്കറെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ദിമിക്ക് സപ്പോർട്ട് എന്ന നിലയിൽ. പിന്നെ എന്താണെങ്കിലും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ മിക്കവാറും ആദ്യ തലയിൽ തുടരാനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരു AM എന്താണെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡിലാണ് അവർക്കൊരു പ്ലെയറെ ആവശ്യം. കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജിക്സനെ പോലത്തെ പ്ലെയറൊക്കെ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം ഒരു സെൻട്രൽ മിഡ്ഫീൽഡ്, DM, CB അങ്ങനെ വേഴ്സറ്റൈലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ ആ ഒരു പൊസിഷനിൽ ഒരു പ്രോപ്പർ CMന് പുറമെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു സെൻട്രൽ ബാക്ക് സൈനിങ്സും കൂടി നടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈസ്റ്റ് ബംഗാളിനൊരു പ്രോപ്പറായിട്ടുള്ള വിദേശ സ്ക്വാഡിനെ തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യൻ സൈനിങ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് വിങ് ബാക്ക് എന്ന് പറയുന്ന പൊസിഷനാണ് എപ്പോഴും കഴിഞ്ഞ സീസണിലൊക്കെ പ്രശ്നമായിട്ട് നിന്നത്. അതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പുതിയ സീസണിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓസ്കാർ ബ്രൂസോൺ അത്യാവശ്യം നല്ല കോച്ച് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏത് തരത്തിലാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ക്ലബിനെ ബിൽഡ് ചെയ്യാൻ പോകുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ.